ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇവിടെ പറഞ്ഞു 2001 ദുരന്തത്തെ പറ്റി. ഈ 10 വർഷക്കാലം പല വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. നമ്മെ സഹായിക്കേണ്ടവർ സഹായിക്കാൻ തയ്യാറായില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം നമുക്ക് ആവശ്യമായിരുന്നു. അർഹതപ്പെട്ട സഹായം ലഭിച്ചില്ല. നാം തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കുകയല്ല ചെയ്തത്. നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നാടും ജനങ്ങളും ഒരുപോലെ ഒരുമയോടെ ഐക്യത്തോടെ നിന്നതിൻ്റെ ഭാഗമായി രാജ്യവും ലോകവും അതിശയിക്കുമാറുള്ള അതിജീവനം നമുക്ക് നടത്താനായി. ഇപ്പം ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂടുമല ദുരന്തമുണ്ടായി. അതിലും അർഹമായ സഹായം നമുക്ക് ലഭിച്ചില്ല. നമ്മളവിടെ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള പുനരധിവാസം ഉറപ്പുവരുത്തുകയാണ്. അപ്പോൾ നമ്മൾ സഹായിക്കേണ്ടവർ സഹായിച്ചില്ല എന്ന് വെച്ച് പാവപ്പെട്ടവരെ ഉപേക്ഷിക്കുകയല്ല, ദുരന്തബാധിതരെ തള്ളിക്കളയല്ല, ആകാവുന്ന രീതിയിലൊക്കെ ചേർത്ത് പിടിക്കുകയാണ്. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നേരത്തെ നടത്തുകയുണ്ടായി. സ്ത്രീ സുരക്ഷാ പദ്ധതി. നമ്മുടെ വീടുകളിൽ കഴിയുന്ന സഹോദരിമാർ അവരുടെ അധ്വാനത്തിന് എവിടെയും വിലമതിക്കുന്നില്ല. അവരുടെ കാര്യത്തിൽ ഈ കഴിഞ്ഞ കാലയളവിൽ ഇടപെടാൻ സർക്കാർ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി മാസം പ്രതി 1000 രൂപ ഓരോ വീട്ടമ്മയ്ക്കും കൊടുക്കുന്ന പരിപാടി തയ്യാറാക്കിയാണ്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. 60 വയസ്സിന് ശേഷം പിന്നെ സാമൂഹ്യക്ഷേമ പെൻഷനുണ്ട്. രാജ്യത്തെ ഏറ്റവും അപൂർവമായൊരു പദ്ധതിയാണത്. നമ്മുടെ സഹോദരിമാർക്ക് അവരുടെ നിത്യനിദാന ചെലവിന് ചില്ലറ കാശ് കിട്ടുന്നൊരു കാര്യം. 10 ലക്ഷത്തിൽ പരം ആളുകളത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പരിശോധന പൂർത്തിയായി, പൂർണ്ണ അംഗത്വം വന്നു കഴിഞ്ഞു. ആ 10 ലക്ഷത്തിൽ പരം ആളുകൾക്കും ഇന്ന് തന്നെ അവരുടെ അക്കൗണ്ടിൽ പണവും എത്തിക്കഴിഞ്ഞു. ഇതാണ് നാം കാണേണ്ടത്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര് എല്ലാവരും, ആൺകുട്ടികളും പെൺകുട്ടികളുമെല്ലാം പഠനം കഴിഞ്ഞ് വിവിധ സ്കിൽ നേടാൻ വേണ്ടി നിൽക്കുന്ന ഘട്ടം. വേറെ വരുമാനമൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് മാസം തോറും 1000 രൂപ വീതം നൽകുന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചു. അതിൻ്റെ തുടക്കവും അടുത്ത നാളിൽ കുറിക്കാൻ പോവുകയാണ്. നല്ല തോതിൽ അതിലും
ആളുകൾ അപേക്ഷകരായിട്ട് വരികയാണ്. 60 ലക്ഷത്തിൽ പരം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണ്. 2000 രൂപ. അപ്പോൾ അതിനെപ്പറ്റി ചിലർ പറയുന്നത് അതിനെന്താ വലിയ കാര്യം, സാധാരണ ഏത് സർക്കാരും ചെയ്യുന്ന കാര്യമല്ലേ. ഏത് സർക്കാരാണ് ചെയ്തിട്ടുള്ളത്? ഇവിടുത്തെ അനുഭവത്തിൽ ഏതെങ്കിലും സർക്കാർ ചെയ്തിട്ടുണ്ടോ? 1980-ലാണ് ആദ്യമായും കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ നടപ്പാക്കുന്നത്. 45 രൂപ. പിന്നീടുള്ള കാലഘട്ടം പരിശോധിച്ചാൽ ഏത് ഘട്ടത്തിലാണ് വർധനവുണ്ടായിട്ടുള്ളത്? എല്ലാം നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ. എന്നാൽ വളരെ തിക്തമായ അനുഭവം നാടിനുണ്ട്. 2006-ൽ LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയാണെന്ന് നോക്കി. അന്ന് ചെറിയ പൈസയേ ഉള്ളൂ. അന്ന് കുടിശ്ശിക 28 മാസത്തേത്. 2016-ൽ ഞങ്ങൾ അധികാരത്തിൽ വന്ന് ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേരുന്നു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയാണെന്ന് നോക്കി. 18 മാസത്തത് 600 രൂപയാണ്. ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കലാണ്. കൊടുത്തു തീർത്തതിന് ശേഷം വർധനവ് തുടങ്ങി. എവിടം വരെ? 1600 വരെ. 600-ൽ നിന്ന് 1600. 1600-ൽ നിന്ന് തുടർ ഭരണം ഇവിടെ LDF-ന് നൽകിയപ്പോൾ 2000 രൂപയിലേക്ക്. ഇപ്പോൾ ഈ കാലയളവ് മുഴുവൻ കൃത്യമായി ആ പെൻഷൻ കിട്ടുകയായിരുന്നു. വീഴ്ചയുണ്ടായില്ല. എന്നാൽ വീഴ്ച ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടായി. കേരളത്തെ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. സാമ്പത്തികമായി വലിയ ഞെരുക്കമുണ്ടാക്കി. ചില പ്രയാസങ്ങൾ നാം അനുഭവിക്കേണ്ടിയും വന്നു. പക്ഷേ നാടിനോട്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോട് പ്രതിബദ്ധതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും കൃത്യമായി പെൻഷൻ കൊടുത്തു. ഇപ്പൊ 2000 രൂപ വീതം കൊടുക്കുന്നു. ഇതല്ലേ കാണുന്നത്? രാജ്യത്ത് എവിടെയുണ്ട് ഇങ്ങനെ? കേരളത്തിൻ്റെ അനുഭവം നേരത്തെ ഉള്ളത് നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഇതൊന്നും സ്വയംഭൂവായി സംഭവിക്കുന്നതല്ല. നാടിനോട് പ്രതിബദ്ധത ഉണ്ടാവണം. ആ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്.